ഓ ദേ വിളിക്കണം. നേരം വെളുത്ത് വൈകുന്നേരം വരെ ഈ തിരുമോന്ത കണ്ടാണ് വീട്ടിലിരിക്കണത്. കുറച്ച് നല്ല മനുഷ്യരെ കാണാൻ വെച്ചാണ് പുറത്തേക്കൊന്നും ഇറങ്ങണത്. അവിടെ ഇരുത്തൂല ഈ ശാപം. അല്ലാതെ ആര് വീട്ടിൽ നിന്ന് ഭാര്യ. എന്നാലും മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. എന്റെ ഭാര്യയല്ലേ. കുരിശ് വീണ്ടും വിളിക്കും. എന്തൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങിയാലും പിന്നെയും വിളിച്ചു. ഫോൺ എടുക്കടാ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവൂടാ. എന്താണ് പഞ്ചസാര? അതല്ലേ മിനിയാന്ന് 2 കിലോ വാങ്ങിച്ചു തന്നത്. നീ എന്താണ് ചോറിനോരം പഞ്ചസാരയാണ് വാരി തിന്നണത്? ആ വരുമ്പോ കൊണ്ടുവരാ. ആ ഞാനിപ്പോ പണിയിലാണ്. എന്തെന്ന് വീഡിയോ കോളാ? നിന്റെ വാപ്പായിട്ട് വിളിച്ചേ വീഡിയോ കോള്? അല്ല പിന്നെ തലക്ക് വെളി വരൂല. ഞാനെന്താണ് എന്റെ ചക്കര വിളിക്കാത്തന്ന് ആലോചിച്ചിരിക്കുന്നു. ചക്കര. ഹലോ. ആ എന്താണെന്ന്? അതെ, എൻ്റെ അടുത്ത് പറയേണ്ട ഭാഷയല്ല, അത് നിന്റെ വാപ്പാടത്ത് പറയണം. മനസ്സിലായോ? നീ ആരടി? നീ എന്നോട് ഇത് പറയാൻ നീ ആരടി? ഞാൻ കാശ് ഇന്നലെ കൊടുത്തോണ്ട് പോകുന്നല്ലേ. നീ ഒരുപാട് ഇളക്കാൻ നിൽക്കണ്ട. മനസ്സിലായാടി? മുണ്ടല്ലടി. എനിക്ക് ഭ്രാന്ത് കയറുന്നുണ്ട്. എല്ലാ ക്ഷമക്കും ഒരു പരിധി ഉണ്ടേ. എന്താടി നീ ആരുടെ മോളാടി? നീ കറമ്പന്റെ മോളല്ലേടി? നീ എന്നെ പറയാൻ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാൻ ഞാൻ എന്റെ ഉമ്മ. നീ വെച്ചിട്ട് പോടി. ഇതാണ് നിന്റെ ചക്കര. നിന്നെ സമ്മതിക്കണോട്ടാ. എന്ത് തെറിയാണ് നീ പറയണത്? ഇമാതിരി തെറി പറയാൻ ഈ വായിന്നാണ് ഈ തെറി മുഴുവൻ വന്നത്. ഒരാവേശത്തിന് പറഞ്ഞു പോയതാണ് എന്റെ കൂട്ടുകാരൻ. ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടല്ലേ ഇമാതിരി തെറി. പടച്ചോനെ പൊന്നെ, നീ എങ്ങനെ എന്നിട്ട് വീട്ടിലേക്ക് പോകൂടാ? അല്ലാ, ശവത്തെ കുത്തല്ലടാ. നീ ഒന്ന് ഇടപെടൂ. ഞാനിടപെടൂലേ? നീ ഒന്ന് പോയേ.